എല്ലാവർക്കും സ്വാഗതം. ലോ ഓഫ് അട്രാക്ഷൻ കോഴ്സിന്റെ 4ാം ദിവസമായ ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ് ചർച്ച ചെയ്യുന്നത്. നിങ്ങളുടെ മനസ്സ് ഒരു കാന്തം പോലെ എങ്ങനെയാണ് ഊർജ്ജത്തെ ആകർഷിക്കുന്നത് എന്ന്. ഈ തത്വം ശരിക്കും മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയും. നമ്മുടെ മനസ്സ് ശാസ്ത്രീയമായും ആത്മീയമായും ഒരു ശക്തിയേറിയ കാന്തം പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഒരു കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്നതുപോലെ നിങ്ങളുടെ മനസ്സ് നിങ്ങൾ ചിന്തിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കുന്നു. ഇത് വെറും ഭാവനയല്ല, മറിച്ച് പ്രപഞ്ചത്തിലെ ഒരു അടിസ്ഥാന നിയമമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തകളെയും വൈബ്രേഷനുകളെയും കുറിച്ച് സംസാരിച്ചു. നിങ്ങളുടെ ഓരോ ചിന്തയും ഓരോ വികാരവും ഒരു പ്രത്യേകതരം ഊർജ്ജ വൈബ്രേഷനാണ് പുറത്തുവിടുന്നത്. നിങ്ങൾ സന്തോഷത്തോടെയും നന്ദിയോടെയും ഇരിക്കുമ്പോൾ ഉയർന്നതും പോസിറ്റീവുമായ വൈബ്രേഷനുകൾ പ്രസരിക്കുന്നു. ഈ ഉയർന്ന വൈബ്രേഷനുകൾക്ക് സമാനമായ നല്ല അനുഭവങ്ങളെയും അവസരങ്ങളെയും ആളുകളെയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കാൻ കഴിയും. ഇതൊന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളൊരു പുതിയ ഫോൺ വാങ്ങാൻ ആഗ്രഹിക്കുന്നുവെന്ന് കരുതുക. നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും അത് നിങ്ങളുടെ കയ്യിലിരിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം അനുഭവിക്കുകയും അതിന്റെ ഫീച്ചറുകളെക്കുറിച്ച് ആവേശത്തോടെ സംസാരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ആ ഫോണിനെ ആകർഷിക്കാൻ ആവശ്യമായ ഊർജ്ജം പ്രസരിപ്പിക്കുകയാണ്. ഈ ഊർജ്ജം നിങ്ങൾക്കുവേണ്ടി വഴികൾ തുറക്കും. ഒരുപക്ഷെ ഒരു ഡീൽ ലഭിക്കുകയോ അല്ലെങ്കിൽ ആ ഫോൺ വാങ്ങാൻ ആവശ്യമായ പണം കണ്ടെത്താനുള്ള അവസരം ലഭിക്കുകയോ ചെയ്യാം. പ്രപഞ്ചം എല്ലായ്പ്പോഴും നിങ്ങളുടെ ചിന്തകളോടും വികാരങ്ങളോടും പ്രതികരിക്കുന്നു. നിങ്ങളുടെ മനസ്സ് ഒരു ശക്തമായ പ്രക്ഷേപണ ഉപകരണം പോലെയാണ്. നിങ്ങൾ അതിലൂടെ എന്ത് സന്ദേശമാണോ അയക്കുന്നത് അത് പ്രപഞ്ചം തിരിച്ച് നിങ്ങൾക്ക് നൽകും. അതുകൊണ്ടാണ് നിങ്ങളുടെ ചിന്തകളെയും വികാരങ്ങളെയും ശ്രദ്ധയോടെ തിരഞ്ഞെടുക്കേണ്ടത് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യങ്ങളിൽ നിന്ന് നിങ്ങളുടെ മനസ്സിനെ അകറ്റി നിർത്തുക. നിങ്ങളുടെ മനസ്സ് ഒരു കാന്തം പോലെയാണെന്ന് പൂർണ്ണമായി വിശ്വസിക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ആകർഷിക്കാൻ ഈ ശക്തി ഉപയോഗിക്കുക. നിങ്ങൾ എന്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവോ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൂടുതൽ ആകർഷിക്കപ്പെടും. നാളെ നിങ്ങൾ എന്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവോ അത് വളരുന്നു. റെട്ടിക്കുലാർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം വിശദീകരിക്കുന്നു എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കും. ഇന്നത്തെ ഈ തത്വം നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ പ്രാവർത്തികമാക്കാമെന്ന് ചിന്തിക്കുക.